പൊതുവെ ബോയ്സിന് എപ്പോഴും സ്ട്രെസ് കൂടുതലായിരിക്കും അല്ലെ. അവർ എപ്പോഴും ഭയങ്കര സമ്മർദ്ദത്തിലായിരിക്കും അവരുടെ ഒരു ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. പൊതുവേ നമ്മുടെ സൊസൈറ്റിയിൽ അങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ സ്റ്റഡീസും അല്ലെങ്കിൽ കുറെ പഠനങ്ങളൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകളെക്കാൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ്ഫുൾ ആയിട്ടിരിക്കുന്നത് ബോയ്സ് ആണ്. അവർക്കാണ് ഏറ്റവും കൂടുതൽ ഡിപ്രഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. അവരാണ് ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ചെയ്യുന്നതെന്നൊക്കെയാണ് സ്റ്റഡീസ് ഒക്കെ വരുന്നത്. അപ്പൊ അവർക്ക് ഈ സമ്മർദ്ദം അല്ലെങ്കിൽ അവരുടെ സ്ട്രെസ്സിന്റെ ഒരു ലെവല് ഭയങ്കര പീക്ക് ലെവലിലായിക്കൊണ്ടായിരിക്കുമല്ലോ ഇത്തരത്തിലുള്ള റീസണിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. എന്തുകൊണ്ടാണ് പുരുഷന്മാർ എപ്പോഴും സമ്മർദ്ദത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത്, എന്തുകൊണ്ട്, വൈ? അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ആൻസർ എന്ന് പറയുന്നത്. വെൽക്കം ടു ജസ്റ്റ് ടോക്ക്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്ന മെയിൻ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, അവരെടുക്കുന്ന റെസ്പോൺസിബിലിറ്റീസ് ആണ് അല്ലേ. ആ റെസ്പോൺസിബിലിറ്റീസിന്റെ പേരിൽ അവർക്ക് ഒത്തിരി പ്രഷറാണ് അവർ താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും അവരുടെ ഒരു പ്രഷർ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും കുടുംബത്തിലാണെന്നുണ്ടെങ്കിലും സൊസൈറ്റി ആണെന്നുണ്ടെങ്കിലും പുരുഷന്മാരുടെ മേലിൽ എപ്പോഴും അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നീ ഒരാണാണ്, കുടുംബനാഥനാണ്, നീയാണ് ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത്. അല്ലെങ്കിൽ മൊത്തത്തിൽ എല്ലാ ഏരിയയും കുട്ടികളുടെ കാര്യമാണെന്നുണ്ടെങ്കിലും ഭാര്യമാരുടെ കാര്യമാണെന്നുണ്ടെങ്കിലും മറ്റമ്മയും അച്ഛനും ഫാമിലി മറ്റെല്ലാ കാര്യങ്ങളും നീയാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് സൊസൈറ്റിയും ഫാമിലിയും ഒക്കെ അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. കുറെ അൺവാണ്ടഡ് പ്രഷർ നമ്മൾ ബോയ്സിന്റെ മേലിൽ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ റെസ്പോൺസിബിലിറ്റീസിന്റെ പേരിൽ അവർക്ക് വരുന്ന പ്രഷർ എന്ന് പറയുന്നത് കുറച്ചൊന്നുമല്ല. അതാണ് ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് അല്ലെ. ഈ റെസ്പോൺസിബിലിറ്റി ആണുങ്ങൾക്ക് മാത്രം ഏറ്റെടുക്കാൻ പറ്റാവുന്ന ഒരു കാര്യമാണോ? അങ്ങനെയൊന്നും ഇല്ലല്ലോ, എല്ലാവർക്കും ഏറ്റെടുക്കാമല്ലോ അല്ലെ. അപ്പൊ എപ്പോഴും സൊസൈറ്റിയും ഫാമിലിയും അടിച്ചേൽപ്പിക്കുന്ന ഈ അൺവാണ്ടഡ് പ്രഷർ എന്ന് പറയുന്നത് കുറച്ചൊന്നുമല്ല. അതാണ് ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സൊസൈറ്റിയിൽ എപ്പോഴും പുരുഷന്മാർക്ക് വേറൊരു നിയമമാണ് സ്ത്രീകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അല്ലെ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആണാണോ നീ കരയാൻ പാടില്ല, ആണുങ്ങളൊന്നും ഒരിക്കലും കരയില്ല എന്ന് പറഞ്ഞിട്ട് അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നട്ടലുണ്ടോ എന്ന് പറയുന്ന ഒരു കാര്യമില്ലേ അല്ലേ. അപ്പം ആണുങ്ങൾ എല്ലാ കാര്യവും ഭയങ്കര നെഞ്ചും വിരിച്ച് നട്ടലോടുകൂടി നേരിടണം, ആണുങ്ങൾക്കേ അത് പറ്റൂ എന്ന് പറയുന്ന വേറൊരു കാര്യം. ഇത് പറ്റാത്തവരെയും അടിച്ചേൽപ്പിക്കുന്നവരുടെയാണ് ഈ പ്രശ്നം വരുന്നത്. പിന്നെ എന്ത് വിഷയങ്ങളിലാണെന്നുണ്ടെങ്കിലും ആണുങ്ങളാണ് ഭയങ്കര ഡോമിനൻസ് കാണിക്കേണ്ടത്, അവരാണ് എല്ലാവരുടെയും ഞാൻ ഫ്രണ്ടിൽ വന്ന് നിൽക്കേണ്ടത്. നിനക്ക് പറ്റില്ലെങ്കിലും ആ ഡോമിനൻസ് നമ്മൾ കാണിച്ചോളണം. ആണുങ്ങൾക്കുള്ള ഒരു പ്രശ്നമാണത്. ചില ബോയ്സിനും നമുക്ക് ആ ഡോമിനൻസ് പറ്റിക്കൊള്ളണം എന്നില്ല, അല്ലെങ്കിൽ ഈ കരയാണ്ടിരിക്കണം എന്ന് പറ്റിക്കൊള്ളണം എന്നൊന്നുമില്ല. പക്ഷെ ആണാണോ അതൊക്കെ നീ ചെയ്തിരിക്കണം എന്നുള്ളൊരു സാധനം. അതുപോലെ അവർക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, ഒത്തിരി സ്ട്രെസ് ഉണ്ടായിരിക്കും. പക്ഷെ ഈ പ്രശ്നങ്ങളൊന്നും നമ്മൾ വേറൊരാളത്ത് പോയി പറയാൻ പാടില്ല. നമ്മളാണുങ്ങളല്ലേ, എല്ലാം ഉള്ളിൽ ഒതുക്കി ജീവിക്കണം. വേറൊരിടത്ത് ഒരാളോട് പോയി പറഞ്ഞാൽ നാണക്കേടല്ല അത്. അപ്പം അങ്ങനെയൊന്നും ചെയ്യരുത്, നമ്മൾ കരയരുത്, ഡോമിനൻസ് കാണിക്കണം, നട്ടല് കാണിക്കണം, അതുപോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ ഉള്ളിലൊതുക്കി ജീവിക്കണം എന്ന് പറയുന്ന ഒരു സോഷ്യൽ സ്റ്റിഗ്മയുണ്ട്. അത് ഭയങ്കര പ്രശ്നമാണ്. ആണുങ്ങളാണെന്ന് വിചാരിച്ച് ഇതൊക്കെ ഉള്ളിലൊതുക്കി ജീവിക്കാൻ പറ്റുമോ? അത് വല്ല പ്രഷർ കുക്കർ പോലെ ആയിരിക്കും, പൊട്ടി തെറിക്കും എല്ലാം കൂടെ ഒരു ദിവസം. അപ്പം അതൊരു രണ്ടാമത്തെ റീസൺ തന്നെയാണ്. മൂന്നാമത്തെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത്, ആണുങ്ങൾ ഒരിക്കലും ബാക്കിയുള്ളവരുടെ സഹായം ചോദിക്കാൻ പാടില്ല, ഹെൽപ്പ് ചോദിക്കാൻ പാടില്ല. ഹെൽപ്പ് ചോദിക്കാൻ നമ്മൾ മടിക്കണം. എന്താ ആണുങ്ങൾക്ക് ഹെൽപ്പ് ചോദിച്ചാൽ പ്രശ്നം? അറിഞ്ഞൂടാ. പക്ഷെ ആണുങ്ങൾ ഒരിക്കലും ഹെൽപ്പ് ചോദിക്കാൻ പാടില്ല. ഈ പ്രശ്നങ്ങൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വേറൊരാളോട് പറയണം എന്നുണ്ടെങ്കിൽ പറയരുത്. അങ്ങനെ ഓപ്പണായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഒന്നും ആണുങ്ങൾക്ക് പാടില്ല. നമ്മളെല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊള്ളണം. ഇനിയിപ്പോൾ അവർക്കൊരു സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പ് വേണം, കൗൺസിലേഴ്സിൻ്റെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഒന്നും ഓപ്പൺ അപ്പ് ചെയ്യാൻ പാടില്ല, ഭയങ്കര രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഒന്നും പാടില്ല, ഹെൽപ്പും ചോദിക്കരുത്. ഇങ്ങനെ ഈ ഒരു പ്രധാനപ്പെട്ട 3 റീസണാണ് ഈ ആണുങ്ങളുടെ പ്രഷർ കൂടാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്. അവർക്ക് ഡിപ്രഷൻ ലെവലിലേക്കും അല്ലെങ്കിൽ അവർക്ക് സൂയിസൈഡ് ചെയ്യാൻ തോന്നുന്നതിനൊക്കെ പ്രധാന പ്രശ്നം ഇതൊക്കെ തന്നെയാണ്. എല്ലാം ഉള്ളിൽ ഒതുക്കി, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ഒരു നിയമം, അല്ലെങ്കിൽ ഭയങ്കര റെസ്പോൺസിബിലിറ്റീസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കൊടുക്കുക, ഇതൊക്കെ ഭയങ്കര പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ മറികടക്കാൻ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫിൽ നിന്നൊക്കെ നമുക്ക് മാറാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? എല്ലാം നോർമലൈസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം, എല്ലാം നോർമലായിട്ട് കാണാൻ പഠിക്കണം. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കരയുക. ഈ കരയാന്ന് പറയുന്ന സ്ത്രീകൾക്ക് മാത്രം എഴുതപ്പെട്ട ഒരു കാര്യമൊന്നുമല്ല, ആണുങ്ങൾക്കും ഇമോഷൻസ് ഉണ്ട്. അവർ വികാരഭരിതമായിട്ട് ജീവിക്കുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ, അല്ലെങ്കിൽ ഒരിക്കലും ഇമോഷൻലെസ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് കരയാൻ തോന്നുമ്പോൾ കരയണ്ടേ, ചിരിക്കാൻ തോന്നുമ്പോൾ ചിരിക്കുന്ന പോലെ തന്നെയാണ് കരയാൻ തോന്നുമ്പോഴും അവർക്ക് കരയണം. കരഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. കരയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര, നമുക്കറിയാതെ നമുക്ക് കരയണം എന്നുണ്ട്, വിഷമമാണ്. പക്ഷെ കരയാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര സ്ട്രെസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ കരഞ്ഞ് തീർക്കേണ്ട ഒരു കാര്യം കരഞ്ഞ് തന്നെ തീർക്കുക. ഒന്നാമത്തെ ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയം അതാണ്.
രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഹെൽപ്പ് ചോദിക്കാനൊന്നും നമ്മൾ എവിടെയും മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഹെൽപ്പ് ചോദിക്കേണ്ട സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ചോദിക്കാം. ചില പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമ്മളെ കൊണ്ട് ആവുന്നുണ്ടായിരിക്കില്ല, നമ്മൾ മാക്സിമം ശ്രമിച്ചിട്ടുണ്ടായിരിക്കും, പറ്റുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ ഹെൽപ്പ് ചോദിക്കേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ ചോദിക്കണം. അത് ആണാണെന്നുണ്ടെങ്കിൽ പെണ്ണാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ ആ ഒരു വ്യക്തിക്കായിരിക്കും നമ്മളെ സഹായിക്കാൻ പറ്റുന്നുണ്ടായിരിക്കുക. അപ്പോൾ അവിടെ നമ്മൾ മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചോദിക്കുക. മൂന്നാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഈ റെസ്പോൺസിബിലിറ്റീസ് കുടുംബത്തിലാണെന്നുണ്ടെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും എല്ലാം കൂടെ ബോയ്സിന്റെ തലമണ്ടയ്ക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് മാത്രമേ ഇതൊക്കെ പറ്റുള്ളൂ. ഗേൾസും കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് കുടുംബം അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് നയിക്കാൻ പഠിക്കണം. അവർക്ക് ചിലപ്പോൾ അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഇല്ലാത്തവരുണ്ടായിരിക്കും, പക്ഷെ ഉണ്ടാക്കിയെടുക്കണം. ബോയ്സ് എല്ലാം നോക്കുന്നില്ലേ, അതുപോലെ തന്നെ ഗേൾസിനും പറ്റില്ല. എന്തിനാണ് പാവം ബോയ്സിന്റെ മണ്ടയ്ക്ക് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യം? അവരെല്ലാം കൂടെ ഇത് താങ്ങി ലാസ്റ്റ് അവരൊരു വീഴ്ച അങ്ങ് വീഴും. എന്തിനാ അതിനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കേണ്ട ആവശ്യം? അവർക്ക് ചിലപ്പോൾ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇതൊന്നും അവൾ നോക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇതൊന്നും മറ്റവൻ കൂടെ നോക്കിയിരുന്നെങ്കിൽ അല്ലേ എനിക്ക് കുറച്ചൊരു ആശ്വാസം ഉണ്ടാവുമായിരുന്നു എന്നുള്ളതൊക്കെ അവരെ മൈൻഡിലുണ്ടായിരിക്കും. അപ്പം നമ്മളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ബോയ്സ് ആയാലും ഗേൾസ് ആയാലും മനസ്സിലാക്കുക, റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് എല്ലാം കൂടെ ആണുങ്ങളുടെ മണ്ടക്കിട്ട് കൊടുക്കേണ്ട ഒരു കാര്യമല്ല. ഗേൾസിനായാലും അത് പറ്റും. നമ്മൾ ഡിവൈഡ് ചെയ്ത് ആർക്കാണ് എന്താണ് പറ്റുന്നത് എന്നുള്ളത് കറക്റ്റ് സമയത്ത് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് മനസ്സിലാക്കി ഡിവൈഡ് ചെയ്ത് എടുക്കേണ്ട ഒരു കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ഗേൾസിന് മാത്രമൊന്നല്ല ഈ മെൻ്റൽ ട്രോമാസ് വരുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ആൻസൈറ്റി ഇഷ്യൂസ് വരുന്നത്, ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നത്, കോംപ്ലക്സ് വരുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക പാനിക് ആവുന്നത്. ഇതൊന്നും ഗേൾസിന് മാത്രമുള്ള കാര്യമൊന്നുമല്ല, ബോയ്സിനും ഇതെല്ലാം വരുന്ന വിഷയങ്ങളാണ്. ചിലപ്പോൾ ഇത് അവർക്ക് പറയാൻ മടിച്ചിട്ട് ആൾക്കാർ എന്ത് വിചാരിക്കുന്നു മടിച്ചിട്ട് ചിലപ്പോൾ ഇതൊന്നും പറയില്ല. ഇത്തരത്തിലുള്ള മെൻ്റൽ ട്രോമാസ് ഒക്കെ വരുന്ന ഒത്തിരി ബോയ്സ് ഉണ്ട്. അവർക്ക് എല്ലാ പ്രഷറും കൂടെ താങ്ങാൻ പറ്റാണ്ട് വരുന്നതായിരിക്കും, അല്ലെങ്കിൽ പല സിറ്റുവേഷൻ ബേസിസിൽ കാര്യങ്ങൾ മാറി. അപ്പൊ ഇതൊക്കെ എല്ലാവരും ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും മനസ്സിലാക്കുക. എല്ലാ ഇമോഷൻസും മനുഷ്യന്മാരാണ്, എല്ലാവർക്കും വരും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് മുന്നോട്ട് പോയാലാണ് ബോയ്സ് കുറച്ചൊന്ന് ഈ പ്രഷറിൽ നിന്ന് റിലാക്സ് ആവത്തുള്ളൂ, അല്ലെങ്കിൽ അവർ കുറച്ചൊന്ന് ഫ്രീ ആവും, മൈൻഡ് ഒന്ന് ഫ്രീ ആയി കിട്ടുക അവർക്ക് അപ്പോഴായിരിക്കും. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഇത്തരത്തിലുള്ള ഫീലിങ്സ് നോർമലാണ്, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കേണ്ട നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം ഡിവൈഡ് ചെയ്ത് മനസ്സിലാക്കി പെരുമാറേണ്ടത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കി നോർമലായിട്ട് പെരുമാറി മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അല്ലാത്ത പക്ഷം ബോയ്സ് ഒരു പ്രഷർ കുക്കർ പോലെ ആയിരിക്കും, എല്ലാം കൂടെ ഒരു ദിവസം അങ്ങ് പൊട്ടിത്തെറിക്കും. ഈ വീട്ടിലൊക്കെ വന്നിട്ട് ബോയ്സ് ചൂടാവുന്ന അനാവശ്യമായിട്ട് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴും ഈ ആണുങ്ങൾ വന്ന് ചൂടാവുന്നു എന്നൊക്കെ ഗേൾസ് കംപ്ലൈൻറ്റ് പറയുന്നവരുണ്ട്. അതെന്തുകൊണ്ടാണ്? അവരുടെ പ്രഷർ അത്രത്തോളം ഉള്ളതുകൊണ്ടാണ്. ജോലി സ്ഥലത്തായാലും വീട്ടിലാണെന്നുണ്ടെങ്കിലും ക്യാഷ് എങ്ങനെയെങ്കിലും സമ്പാദിക്കണം, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, ഭാര്യയുടെ കാര്യങ്ങൾ നോക്കണം, അമ്മയുടെ കാര്യങ്ങൾ നോക്കണം, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം. ഇതെല്ലാം ഈ ബോയ്സിന്റെ തലമണ്ടയ്ക്കാണ്. അപ്പൊ ഇതെല്ലാം കൂടെ പ്രഷർ അടിക്കുമ്പോഴാണ് നമ്മുടെ അടുത്ത് വന്ന് ചൂടാവുന്നത്. അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല, അതുകൊണ്ടാണ്. അപ്പം അവരുടെ ഒരു നിസ്സഹായ അവസ്ഥ മനസ്സിലാക്കി നമ്മൾ അവരുടെ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യേണ്ടത് എല്ലാവരുടെയും സൊസൈറ്റിയുടെ ഒക്കെ നമുക്ക് ഒരു ആവശ്യമായിട്ട് തന്നെ പരിഗണിക്കാം. ഫാമിലി ആണെന്നുണ്ടെങ്കിൽ സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും അത് പരിഗണിക്കണം. ബോയ്സിനെ ഇങ്ങനെ എല്ലാം കൂടെ പ്രഷർ കുക്കറാക്കി നിർത്തരുത്. അതിൻ്റെ ഒരു റിഫ്ലക്റ്റ് എന്ന് പറയുന്നത് നമ്മളെ തന്നെയാണ് ബാധിക്കുന്നത്. നമ്മുടെ അടുത്ത് വന്ന് ചൂടാവും, ചിലപ്പം ദേഷ്യം പിടിക്കും, ചിലപ്പോൾ അവർ സങ്കടം വരുന്നുണ്ടാവും അവർക്ക്, അതുകൊണ്ടാണ് ഇത് ചൂടാവുന്നതൊക്കെ മനസ്സിലാക്കുക. അപ്പം ഇത്തരത്തിലുള്ള ട്രോമാസ് ഒക്കെ വരുന്ന സമയത്ത് അവർക്ക് ചിലപ്പം ഒരു തെറാപ്പിയുടെ ആവശ്യം വരും, അല്ലെങ്കിൽ ഒരു കൗൺസിലറിൻ്റെ ആവശ്യം വരും. അങ്ങനത്തെ സമയത്തും അവർ ഒരിക്കലും മടിക്കരുത്. കൗൺസിലേഴ്സിൻ്റെ ഒരു ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ, ഒരു പ്രൊഫഷണൽ ഡോക്ടേഴ്സിൻ്റെയോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെയോ ഒക്കെ ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓഫ്കോഴ്സ് അവരുടെ അടുത്ത് പോവുക, ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അപ്പം തന്നെ ഒന്ന് റിലാക്സേഷൻ കിട്ടത്തുള്ളൂ. പിന്നെ നമ്മുടെ ഫാമിലിയിലാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിലാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഇത്തരത്തിൽ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഏറ്റെടുത്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ നമ്മളെയൊക്കെ നയിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയിട്ട് ചോദിക്കുക, നിങ്ങൾ ഓക്കെ ആണോ ചേട്ടാ, അല്ലെങ്കിൽ ഓക്കെ ആണോ അച്ഛാ എന്നുള്ളത് നിങ്ങൾ ചോദിക്കുക. നിങ്ങൾ ഹാപ്പി ആണോ എന്നുള്ളത് ചോദിക്കുക. അവർ ആ ഒരു ചോദ്യത്തിന് വേണ്ടി ചിലപ്പോൾ വെയിറ്റ് ചെയ്യായിരിക്കും, നിങ്ങൾ ഓക്കെ ആണോ എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ചോദ്യത്തിൽ അവരുടെ കംപ്ലീറ്റ് പ്രഷറും മേ ബി അവരുടെ എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ അപ്പോൾ സംസാരിക്കും, ഓപ്പണായിട്ട് സംസാരിക്കും. ആ സംസാരത്തിൽ തന്നെ അവർ പകുതി റിലാക്സ് ആവും. അപ്പോൾ അവർ മനസ്സിലാക്കിയിട്ട് ആ ബോയ്സിൻ്റെ കൂടെ മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യുക. ഒരാൾ മതി, ഒരാൾ നന്നായി കുടുംബത്തിൽ നിന്ന് തുടങ്ങി പിന്നെ സൊസൈറ്റിയിലേക്ക് അത് എത്തിക്കാൻ വലിയ പാടൊന്നുമില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സൊസൈറ്റി ഒന്ന് മാറി ചിന്തിച്ചോളും. ഈ സൊസൈറ്റിയുടെ ഒരു പ്രശ്നം തന്നെയാണ് എല്ലാതും ബോയ്സിന്റെ മണ്ടക്കിടുക എന്നുള്ള സൊസൈറ്റി, അല്ലെങ്കിൽ ഒരു സോഷ്യൽ സ്റ്റിഗ്മയായിട്ട് ഇപ്പോഴും നിലനിന്ന് പോകുന്ന ഒരു വിഷയമാണ്. അങ്ങനെയൊന്നുമല്ല, എല്ലാവരും ഈക്വലായിട്ട് കാണാനും എല്ലാതും നോർമലായിട്ട് കാണാനും പഠിക്കുക. ഓക്കെ.